ഇപ്പോൾ മരിച്ച നിദ ഫാത്തിമ എന്ന കുട്ടിയുടെ വീട്ടിൽ നിന്ന് കെ അഖിൽ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, അല്പസമയം മുമ്പ് ഈ മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് നന്ദഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീടുകളിലേക്ക് ഉടൻ തന്നെ ഇത് എത്തിച്ചേരുമോ? അവിടെ എന്താണ് അവസ്ഥ? അമൃത സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ റിദ ഫാത്തിമയുടെ വീട്ടിലാണ് നിലവിൽ ഉള്ളത്. ഇതൊരു വാടക വീടാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മുകളിലെ നിലയിലാണ് അവർ താമസിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിലാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മതപരമായ ചില പ്രാർത്ഥനകളും ഉണ്ടാവും. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൊട്ടടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും വേദനാജനകമായ കാര്യമെന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരും അയൽവാസികളാണ്. എല്ലാ കുട്ടികളും അയൽവാസികളാണ്. തൊട്ടടുത്ത വീടുകളാണ്. ഒരു 100 മീറ്റർ ചുറ്റളവിലാണ് ഈ 4 വീടുകളും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. ആ ഒരുമിച്ച് എന്നും സ്കൂളിലേക്ക് പോകുന്ന തിരിച്ച് എത്തുന്ന ആ കുട്ടികൾ ഇതാ ഒരുമിച്ച് 4 പേരും യാത്രയായിരിക്കുന്നു. അതിൻ്റെ ഒരു വേദന നമുക്കൊരു പക്ഷേ ഇവിടെ ഈ താഴെ നിൽക്കുമ്പോൾ മുകളിൽ ആ ഉമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത്രത്തോളം വേദനാജനകമായൊരു കാര്യം. നാട്ടുകാർക്കറിയില്ല എങ്ങനെയാണ് വീട്ടുകാരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന്. നാട്ടുകാർ പോലും ഈ ഒരുപക്ഷെ പുറത്തേക്ക് കരയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളിലേക്ക് വലിയ വേദന അവരുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഈ ഒരു അപകടം നടന്ന സമയത്ത് തൊട്ട് ഒരു കുട്ടിയുടെ ഇർഫാനയുടെ ഉമ്മ ഇത് തൊട്ട് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ റിദ ഫാത്തിമയുടെ പിതാവാണ് ആ കുട്ടിയുടെ മൃതദേഹം എടുക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് എടുക്കുമ്പോൾ ഇത് മകളായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിനുശേഷം ഈ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അത് മകളാണെന്ന് അറിഞ്ഞത്. അത്തരത്തിൽ വളരെ വേദനാജനകമായ ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ. അതായത് ഇവിടെ ഒരു 6 മണിയോടുകൂടി 6:15 മൃതദേഹം എത്തിച്ചു കഴിഞ്ഞ് 8 മണിക്ക് ഇവിടെ നിന്നും തൊട്ടടുത്ത് തന്നെ ഇവിടെ നിന്ന് 100 മീറ്റർ മാറിയാണ് ഈ കരിമനക്കൽ ഹാളുള്ളത്. ആ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും അതിനുശേഷം 10 മണിവരെ പൊതുദർശനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ എല്ലാവരോടും, അതായത് വളരെ തൊട്ടടുത്തുള്ള ആളുകളോട് മാത്രം ഈ വീടുകളിലേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റ് സഹപാഠികളും മറ്റുള്ള കല്ലടിക്കോട്ടിലെ മറ്റ് പ്രദേശത്തുള്ള ആളുകളോടൊപ്പം പൊതുദർശനത്തിന് ഈ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്താനുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഇവിടെ വീട്ടുകാർക്ക് അവസാനമായ കാരണം ഈ 12 മണിക്ക് മുമ്പ് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ലഭിക്കുന്നത് വളരെ കുറച്ച് സമയമാണ്. അപ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ പൊതുദർശനം അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് മൃതദേഹം വെക്കുമ്പോൾ കാണാനുള്ളൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഒരു നാട് ആകെ കടന്നു പോകുന്നത്. നാടിനെ വലിയ വേദനയിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിദാരുണമായ സംഭവം. എന്തായാലും വലിയ വിഷമത്തിൽ തന്നെയാണ് നാടുള്ളത്. പലരും ഈ നിറഞ്ഞ കണ്ണുകളോടുള്ള മുഖത്തോടു കൂടിയാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അമൃത, ശരി, അഖിലേക്ക് മടങ്ങിയെത്താം. വളരെ സങ്കടകരമായ കാഴ്ചകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് ആ നാട് കടന്നു പോകുന്നത്. എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്ന 4 കുട്ടികൾ, 4 സഹപാഠികൾ, 4 സുഹൃത്തുക്കൾ ഒരുമിച്ച് യാത്രയാവുകയാണ്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 4 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ കൂടിയാണ് ഇല്ലാതായിരിക്കുന്നത്. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ വീടുകളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അയൽവാസികളാണ്, തൊട്ടടുത്ത വീടുകളിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ നാടിനെ, ആ വീട്ടുകാരെയൊക്കെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ള ആശങ്കയിലാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ. വളരെ കുറച്ച് ആളുകൾ മാത്രം വീടുകളിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് നാട്ടുകാർക്കൊക്കെ നൽകിയിരിക്കുന്നത്. 8 മണിയോടുകൂടി തൊട്ടടുത്തുള്ള ഹാളിൽ പൊതുദർശനം നടക്കുന്നുണ്ട്. അവിടേക്ക് വന്നാൽ മതി എന്നുള്ള നിർദ്ദേശം ആ നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ആ നാടിനും നാട്ടുകാർക്കുമൊക്കെ അത്രത്തോളം പ്രിയപ്പെട്ട 4 കുട്ടികളാണ് യാത്രയാകുന്നത്. ഒരു അവസാനമായൊരു നോക്ക് കാണാനായി ഇന്നലെ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തന്നെ നിരവധി ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ, ആ നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടുന്ന കാഴ്ചകളൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ എത്രത്തോളം നടപ്പിലാക്കപ്പെടുമെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ അപകടവുമായി സംബന്ധിച്ച് വിദ്യാർത്ഥികൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ലോറി ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട്. മലപ്പുറം സ്വദേശി പ്രജീഷ് ജോണിനെ കല്ലടിക്കോട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നന്ദു, ഈ 2 ലോറികൾ തമ്മിലാണല്ലോ ഇടിച്ചത്. അങ്ങനെയാണ് ഒരു ലോറി മറിഞ്ഞത്. ഇതിപ്പോൾ ഏത് ലോറിയുടെ ഡ്രൈവറാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ?
ഇന്നലെ ഈ ഒരു അപകടം സംഭവിച്ചത് 2 ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണെന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറി ഈ മറിഞ്ഞ ലോറിയുടെ പിറകുവശത്ത് ഇടിക്കുകയായിരുന്നു. ഈ ഒരു ലോറി മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ലോറി അമിത വേഗതയിൽ എത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഡ്രൈവറായ മലപ്പുറം സ്വദേശി പ്രജീഷ് ജോണിനെ കല്ലടിക്കോട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ പിൻവശമിടിച്ചാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട സിമന്റ് ലോറി വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിഞ്ഞതെന്ന് പോലീസ് പറയുന്നുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കൂടെ പരിശോധിക്കും. അതിനുശേഷം വിഷയത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പും ഒപ്പം തന്നെ കല്ലടിക്കോട് പോലീസും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അയാളുടെ മൊഴി ഉൾപ്പെടെയുള്ളവ ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഡ്രൈവറുടെയും ക്ലീനറുടെയും മൊഴി കൂടെ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവർക്കും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവർ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ നിന്നും വിട്ട ശേഷമായിരിക്കും അത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഈ ലോറി ഡ്രൈവറെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും അതല്ല, അതിനപ്പുറം ഈ റോഡിന്റെ ഒരു അപാകതയാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ ഇന്നലെ നാട്ടുകാരുടെ ഉൾപ്പെടെ രോഷപ്രകടനമൊക്കെ കണ്ടതാണ്. പല തവണ ഈ ഒരു റോഡിന്റെ ദുരന്തം, ഈ റോഡിന്റെ ഒരു അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ഒരു തരത്തിലുമുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതാണ്ട് 55-ലധികം ആളുകൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സംഭവം കൂടെ ഇന്നലെ നാട്ടുകാരൊക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ തവണ അപകടം സംഭവിക്കുമ്പോഴും ഈ ഒരു റോഡിന്റെ അപകടാവസ്ഥ, ഈ അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡ് വീണ്ടും നന്നാക്കി പുനർനിർമ്മിക്കണം, ഇതിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അധികൃതർ ഇത് ചെവികൊണ്ടില്ല. അല്ലെങ്കിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ താൽക്കാലികമായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്നും മടങ്ങുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഒരു പോലീസ് ജീപ്പ് സമാനമായ രീതിയിൽ ഈ റോഡിന്റെ ഒരു അപകടാവസ്ഥയിൽ തെന്നി മാറി അപകടത്തിൽപ്പെട്ടിരുന്നു. അന്ന് അധികൃതർക്ക് മനസ്സിലായി ഇത് അല്പം ഗുരുതരമായ വിഷയമാണെന്ന്. പക്ഷേ അപ്പോൾ പോലും പരിഹരിക്കാൻ, കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്താൻ തയ്യാറാകാതെ ഒരു JCB മാത്രം കൊണ്ടുവന്ന് ഈ റോഡിൽ വരയിട്ട് വെക്കുകയായിരുന്നു. അതായത് പെട്ടെന്ന് തെന്നി പോകാതിരിക്കാൻ അശാസ്ത്രീയമായ രീതിയാണത്. കൃത്യമായ ഒരു പരിഹാര നടപടിയല്ലാതെ നാട്ടുകാർ അന്നും ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ പ്രതിഷേധം, അന്നത്തെ നാട്ടുകാരുടെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ മാർഗങ്ങളൊക്കെ അധികൃതർ സ്വീകരിച്ചു വന്നത്. പക്ഷെ ഇതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായ ഒരു ദുരന്തം. അതെ, നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഈ അപകടത്തിന് പിന്നാലെയുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളുടെ പ്രതികരണം കേൾക്കുമ്പോൾ അവർ എടുത്തെടുത്തു പറഞ്ഞ കാര്യം ഇതാണ്: പലതവണ ഞങ്ങൾ ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നിരവധി പേരുടെ ജീവൻ ഈ നിരത്തിൽ പൊലിഞ്ഞിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പലതവണ അധികൃതരുടെ മുന്നിൽ പരാതിയായി ഉന്നയിച്ചതാണ്. എന്നിട്ടും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ അധികൃതർ പുറപ്പെട്ടില്ല. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ 4 കുട്ടികളുടെ ജീവൻ ഇന്ന് ഈ നിരത്തിൽ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് അവർ വിങ്ങിപ്പൊട്ടി പറയുന്ന കാഴ്ചകളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ തീർച്ചയായും നാട്ടുകാരുടെ ഒരു വിഷമം അതാണ്. ഒരുപക്ഷെ അവരുടെ ദേഷ്യത്തിനപ്പുറത്തേക്ക് അവരുടെ ഈ ഒരു വാക്ക് കേൾക്കാൻ അധികൃതർ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ ദുരന്തം, അല്ലെങ്കിൽ ഈ ഒരു 4 കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നത്. ഒരുപക്ഷെ അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു വലിയ മനോവിഷമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ സ്ഥലം MLA യും ഒക്കെ അവിടെ എത്തിയപ്പോൾ നാട്ടുകാർ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പ്രദേശ സമീപത്ത് തന്നെ ഒരു വാഹനം ഈ സമയത്ത് അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം ഈ പ്രദേശത്തെ MLA പോലുമല്ല. പക്ഷേ ഈ ഒരു വലിയ അപകടം പറഞ്ഞ് എത്തിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ പോലും നാട്ടുകാർ ഈ ഒരു പരാതികളുടെ കെട്ടഴിക്കുന്നത് കണ്ടതാണ്. അപ്പോൾ കൃത്യമായ നടപടികളൊക്കെ സ്വീകരിക്കാം എന്നുള്ളത് അധികൃതർ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് ആവർത്തിച്ചു വരുന്നു. ഒരു വലിയ അപകടം നടക്കാൻ കാത്തിരിക്കും
ആവർത്തിക്കുന്നത് പോലെ ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് എപ്പോഴും പതിവാകുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയത്തിന് വളരെ ലാഘവമായി സ്വീകരിച്ച് അതിന് ആവശ്യമായ നടപടികളൊന്നും സ്വീകരിക്കാതിരിക്കുന്നു. തുടർന്ന് അതിൽ വലിയൊരു അപകടം സംഭവിക്കുമ്പോൾ ഗുരുതരമായ നടപടികൾ, ഗുരുതരമായ ഒരു വിഷയമായി കണക്കാക്കി അടിയന്തര നടപടികൾ സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഒക്കെ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു വിഷയമാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുകയാണ്. ആ റോഡിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. JCB കൊണ്ടുവന്ന് വരയിട്ട് വെക്കുന്ന രീതി, അതായത് വാഹനങ്ങൾ തെന്നിപ്പോകാതിരിക്കാൻ JCB കൊണ്ട് വരയിട്ട് വെക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ തെന്നിപ്പോകില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടായ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ മറ്റ് ചിന്തകൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല. അപ്പോൾ ആ ഒരു വിഷയം വലിയ രീതിയിലുള്ള ദേഷ്യം നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ 11 മണിക്ക് ജില്ലാ കളക്ടറേറ്റിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള ഈ ഒരു യോഗത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടി, ഒപ്പം തന്നെ ജനപ്രതിനിധികൾ, കളക്ടറും ഉൾപ്പെടെ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നാട്ടുകാർക്ക് കൃത്യമായി ഒരു ഉറപ്പ് നൽകിയിട്ടില്ലെങ്കിൽ, ഈ വിഷയങ്ങൾ കൃത്യമായി പരിഹരിക്കാം എന്നൊരു ഉറപ്പ് നാട്ടുകാർക്ക് നൽകിയിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയൊരു അവസരം അധികൃതർക്ക് ഇതിൽ നൽകില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കൃത്യമായി പരിഹരിക്കണം, അതും സമയബന്ധിതമായി തന്നെ ഈ നടപടികളൊക്കെ പൂർത്തിയാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനം അധികൃതർ സ്വീകരിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. പക്ഷേ ഏതൊക്കെ തീരുമാനം സ്വീകരിച്ചാലും ഇനി എത്ര പെട്ടെന്നൊക്കെ പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ പോലും ഈ 4 കുരുന്നുകളുടെ ജീവൻ അത് മറുപടിയാകില്ല, അതിനൊരു പരിഹാരമാകില്ല എന്നുള്ളത് കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയ വിഷയം അത് കൃത്യമായി പരിഹരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. അത് എടുത്തു പറയാനുള്ള കാരണം ഇതാദ്യത്തെ തവണയല്ല ഈ ഒരു അപകടം സംഭവിച്ചത്. സമാനമായ സ്ഥലത്ത് നിരവധി അപകടങ്ങൾ, വലിയ വാഹനങ്ങളൊക്കെ നിരവധി തവണ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ വെറുതെ പറയുന്നതല്ല, അവരുടെ കൺമുൻപിൽ നടന്ന അപകടങ്ങൾ കണ്ടാണ് അവർ അധികൃതർക്ക് മുന്നിൽ ഈ ഒരു വിഷയം പല തവണയായി ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ അന്നൊന്നും വലിയ പ്രക്ഷോഭങ്ങളിലേക്കൊന്നും നാട്ടുകാർ പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ അവർക്ക് ക്ഷമിക്കാവുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഈ അപകടത്തിൽ നിന്നും അവരുടെ രോഷപ്രകടനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതെ, അതൊരു വസ്തുത തന്നെയാണ്. നേരത്തെ ഇതൊക്കെ പരിഹരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദു നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി വൈകിയും ജനപ്രതിനിധികളൊക്കെ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. MLA-മാരായ രാഹുൽ മാങ്കൂട്ടത്തിലായാലും ശാന്തകുമാരി ആയാലും രാത്രി വൈകിയും ആശുപത്രിയിൽ തുടരുന്നുണ്ടായിരുന്നു. ഇന്നും അവരവിടെ ഉണ്ടോ? ഈ ആംബുലൻസുകളെ ജനപ്രതിനിധികൾ അനുഗമിക്കുന്നുണ്ടോ? തീർച്ചയായും ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരെ പരമാവധി ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളത് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ജില്ലാ ആശുപത്രിയിൽ നിർത്തിവെക്കാറുണ്ട്. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളിൽ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ രാത്രിയും പോസ്റ്റ്മോർട്ടം നടക്കാറുണ്ട്. അതാണ് ഇന്നലെ അധികൃതർ മുന്നിട്ട് നിന്ന് നടത്തിയത്. രാത്രി 10 മണിയോടുകൂടിയൊക്കെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി എല്ലാ ചടങ്ങുകളും, എല്ലാ മതപരമായ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്ന് പറഞ്ഞു. അതിൽ മറ്റ് താമസങ്ങളൊന്നുമില്ലാതെ അവിടെ കൂടി നിന്ന നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വീണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വിട്ട് കൊടുക്കുകയായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ അവരുടെ നാടിലേക്ക് എത്തും. അടുത്തടുത്തുള്ള വീടുകളാണ്. നേരത്തെ അഖിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു വിഷയം. മീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് ഈ 4 കുട്ടികളുടെയും വീടുകളുള്ളത്. അപ്പോൾ ആ കുടുംബത്തിനോടൊപ്പം തന്നെ ആ നാട്ടുകാരും വലിയ ഞെട്ടലിലാണ്. പ്രത്യേകിച്ചും ഈ 4 കുട്ടികളെയും ദിവസവും കാണുന്ന നാട്ടുകാർക്ക് ഇവരെന്നും ഒരുമിച്ച് നടക്കുന്ന കുട്ടികളാണ്, വലിയ സുഹൃത്തുക്കളാണ്. ഇവരുടെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്നും ഒരുമിച്ച് തന്നെ ഉണ്ടാവുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ 4 കുട്ടികളുടെ ഒരു മരണം
കുടുംബത്തെ പോലെ തന്നെ നാട്ടുകാർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവരെങ്ങനെ ഈ മൃതദേഹം അവിടെ എത്തുമ്പോൾ എങ്ങനെ ഇത് ഉൾക്കൊള്ളും എന്നുള്ളത് നാട്ടുകാർക്കും ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും അതെ, അത് തന്നെയാണ് നന്ദു പ്രധാനപ്പെട്ട കാര്യവും. ഒരു നാടിനാകെ പ്രിയപ്പെട്ട 4 പേരാണ് ഒറ്റയടിക്ക് ഒരു നിമിഷത്തിലങ്ങ് പോയി കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടുകാരെ, ആ നാട്ടുകാരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ള ചോദ്യമാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. തീർച്ചയായും അത് വലിയ ഒരു പ്രതിസന്ധിയാണ് അധികൃതരെയും ഒപ്പം തന്നെ ഉറ്റ സുഹൃത്തുക്കളെയും ഒക്കെ സംബന്ധിച്ച്. ഈ മൃതദേഹം ഇവിടെ എത്തുമ്പോൾ ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാനില്ല ഈ കുടുംബത്തെ. അവർക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ള ഏക വഴി. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഈ വീടുകളിലേക്ക് എത്തും. അതിനുള്ള അവിടെ ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അധികം ആളുകൾ വീടുകളിലേക്ക് എത്തേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ അടുത്ത കുടുംബങ്ങൾ മാത്രം മതി എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അവസാനമായി ഈ കുരുന്നുകളെ കാണാനുള്ള ഒരു അവസരമാണ് ആ കുടുംബത്തിന്. അപ്പോൾ അത് കൃത്യമായി കാണുക, തിരക്കില്ലാതെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ആ കുരുന്നുകളെ അവസാനമായി കാണാനുള്ള ഒരു സൗകര്യങ്ങളാണ് വീടുകളിൽ ഒരുക്കിയിട്ടുള്ളത്. തുടർന്നാണ് 8:30 സമീപത്തുള്ള ഒരു ഹാളിലേക്ക്, കരിമ്പനയ്ക്കൽ ഹാളിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുവരിക. ഇവിടേക്ക് ഈ കുട്ടികളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ എത്തുകയും ചെയ്യും. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപക്ഷെ ഈ കുട്ടികളുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങളായിരിക്കും. അതായത് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, സുഹൃത്തുക്കൾ, ആ 4 കുട്ടികൾ മരണപ്പെട്ടപ്പോൾ ഇനി ഇവരുടെ സുഹൃത്തുക്കളും ഇത് എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും സ്കൂളിലേക്കൊക്കെ തിരിച്ചെത്തുമ്പോൾ ഈ 4 കുട്ടികൾ ഇനി ഇല്ല എന്നുള്ളത്. ഇവരുടെ കൺമുൻപിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇന്നലെ പല കുട്ടികളുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ കുട്ടികളൊക്കെ വലിയ സങ്കടത്തിലാണ്, ദേഷ്യവും സങ്കടവും കലർന്ന ഒരു അവസ്ഥയിലാണ് കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഇനി ഈ സ്കൂളുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് കുട്ടികൾ എത്തേണ്ടതുണ്ട് സ്കൂളുകളിലേക്ക്. അപ്പോൾ ഈ ഒരു മരണത്തിന് തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോൾ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതെ നന്ദു, ഇപ്പോൾ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇന്നലെ ആ പ്രതിഷേധത്തിനിടയിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു പ്രതിഷേധിക്കാനായി, ഈ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രതിഷേധിക്കാനായി. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, +1 +2 കുട്ടികളായിരുന്നു അത്. അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അനുജത്തിമാരാണ് പോയത്. ഈ ഒരു അപകട സ്ഥലത്തെക്കുറിച്ച് ഇതിനു മുമ്പും പല തവണ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നടക്കുന്ന സ്ഥലമാണ്, കൂട്ടമായി കുട്ടികൾ നടക്കുന്ന ഒരു റോഡാണ്, ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ പരീക്ഷയായതുകൊണ്ട് മാത്രമാണ് വളരെ കുറച്ച് കുട്ടികൾ മാത്രം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ പോലെ ഞങ്ങളിൽ പലരും ഇങ്ങനെ അപകടത്തിൽപ്പെട്ടേക്കാമെന്ന് പറഞ്ഞ് ആ ഒരു കുട്ടി വിതുമ്പുന്ന കാഴ്ച ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നന്ദുവിലേക്ക് മടങ്ങിയെത്താം. റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് കെ അഖിൽ തുടരുന്നുണ്ട്. അഖിൽ, കൃത്യം 5 മണിക്ക് തന്നെ മൃതദേഹങ്ങളുമായി ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. വീടുകളിലേക്ക് എത്താറായോ? അല്പസമയം മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്നത് മുണ്ടൂര്, ഇവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമുള്ള മുണ്ടൂര് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു 5-6 മിനിറ്റിനുള്ളിൽ മൃതദേഹങ്ങളെല്ലാം തന്നെ ഈ വീടുകളിലേക്ക് എത്തിക്കും. ആദ്യം എത്തുക നിദ ഫാത്തിമയുടെ മൃതദേഹമായിരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് കുട്ടികളുടെ മൃതദേഹം ഉണ്ടാവുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റിദ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ വീടിന് മുമ്പിലാണ്. ഇവിടെയൊക്കെ നമുക്ക് നിരവധി ആളുകൾ വന്നു നിൽക്കുന്നത് കാണാം. പക്ഷെ നാട്ടുകാരൊക്കെ തന്നെ വലിയ ഒരു സങ്കടത്തിലാണ് എന്നുള്ളതാണ്. കാരണം എങ്ങനെ വീട്ടുകാരെ ആശ്വസിപ്പിക്കും, എങ്ങനെ ഇവർ സ്വയം ആശ്വസിക്കും എന്നുള്ളതൊക്കെ തന്നെ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ ആ ഒരു വികാരം ഇവിടെയുള്ള ഓരോ ആളുകളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ പറയാൻ തുടങ്ങിയതല്ല ഇത്തരം വിഷയങ്ങൾ എന്നുള്ളതാണ്. ഇത് കുറേ കാലങ്ങളായി ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായത് മുതൽ ഒരു മഴ പെയ്താൽ ഈ റോഡിൽ ഒരു അപകടമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും കൂടുതൽ ഇതൊരു വലിയ വളവായതുകൊണ്ട് തന്നെ
ഇവിടെ അപകടങ്ങൾ പതിവായിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂൾ പരിസരമാണ്, സ്കൂൾ ബസ് സ്റ്റോപ്പ്. ഈ അപകടം നടന്നതിന് തൊട്ട് മുകളിലാണ് സ്കൂൾ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ അപകടങ്ങൾ എന്നോ ഇത്തരം ഒരു വലിയ അപകടം ഉണ്ടാവുമെന്ന് അധികൃതരോട് പറഞ്ഞതാണ്. ഈ ഒരുപാട് അപകടങ്ങൾ കഴിഞ്ഞ് ഒരു പോലീസ് വാഹനം അപകടത്തിൽ പെടുമ്പോഴാണ് ആ റോഡിൽ ഒരു JCB ഉപയോഗിച്ച് ഒരു വരയിടാനെങ്കിലും ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറായിരുന്നു എന്നതാണ്. അതിനുശേഷം പിന്നീടും പലതവണ പറഞ്ഞു അത് പ്രായോഗികമല്ല, അതുകൊണ്ട് ഈ അപകടങ്ങൾ കുറയ്ക്കില്ല എന്നുള്ള കാര്യം. പക്ഷെ അതൊന്നും തന്നെ ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവർക്കതൊന്നും ഒരു ബാധകമായിരുന്നില്ല. ഇപ്പോൾ ഒരു വലിയ ദുരന്തം, ഒരു നാടിനെ ആകെ വിഷമത്തിലാഴ്ത്തുന്ന ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. വൈകാരികമായ പ്രതികരണങ്ങൾ തന്നെയാണ് എന്തായാലും ഉണ്ടായത്. ഇവിടെയും വലിയ ഒരു മൂകമായ ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. വലിയ വിഷമത്തിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെ ഉള്ളത്. ഈ റിദ ഫാത്തിമയുടെ മൃതദേഹം കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെ തൊട്ടടുത്ത വീട്ടിലാണ്. അവർ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. അവിടെ നിന്ന് തൊട്ടടുത്ത വീട്ടിലാണ് ഈ മൃതദേഹം കൊണ്ടുവന്ന് വെക്കുന്നത്. ഒരു 8:30 തന്നെ ഇവിടെ നിന്നും 100 മീറ്റർ അപ്പുറത്താണ് ഈ കരിമ്പനക്കൽ ഹാളുള്ളത്. അവിടേക്ക് 100 മീറ്റർ മാത്രമാണുള്ളത്. അവിടേക്ക് 8:30 തന്നെ ഈ കുട്ടികളെ കൊണ്ടുപോയി പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 10 മണിക്ക് തുപ്പനാട് ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലാണ് ഖബറടക്കം എന്നുള്ളത്. കൃത്യസമയത്തിനുള്ളിൽ തന്നെ, അതായത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തീർക്കേണ്ടത്. കാരണം 12 മണിക്ക് മുൻപ് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമയ ക്രമീകരണം ഈ നാട്ടുകാർ. ഒരു സംശയം ചോദിക്കട്ടെ, ഈ കരിമ്പക്കൽ ഹാളിൽ മാത്രമാണോ പൊതുദർശനമുള്ളത്? അല്ല വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലും അതിനുള്ള സൗകര്യം ഉണ്ടാകുമോ? അമൃത, സ്കൂളിൽ ആദ്യം പൊതുദർശനം പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയത്തിൻ്റെ ഒരു കുറവ്, അതോടൊപ്പം തന്നെ സ്കൂളുള്ളത്, അതായത് ഈ പ്രധാനപ്പെട്ട ദേശീയപാതയിൽ നിന്നും ഒരു 500 മീറ്ററോളം മാറിയിട്ടാണ് സ്കൂളുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ച ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരും ജനപ്രതികളും സംസാരിച്ചുകൊണ്ട് സ്കൂളിൽ പൊതുദർശനം വേണ്ട, കരിമ്പനക്കൽ ഹാളിൽ മാത്രം പൊതുദർശനം മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, വീട്ടിലൊരു 1.5 മണിക്കൂറോളം വെക്കുന്നു. അതിനുശേഷം ഈ കരിമ്പനക്കൽ ഹാളിൽ 1.5 മണിക്കൂറാണ് വെക്കാനുള്ളത്. അതിനുശേഷം പിന്നീട് മറ്റെവിടെയെങ്കിലും ഒരു പ്രദർശനം വെക്കാനുള്ള സമയമില്ല, ഒരു സമയ പരിമിതി ഉണ്ട്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമയ്ക്ക് മുൻപായി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു സമയക്രമത്തിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം എന്ന നിലയ്ക്ക് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇനി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ നാടിനെ ആകെ വേദനിപ്പിച്ചുകൊണ്ട് ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. മതപരമായ ചടങ്ങുകൾ ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് ഇവിടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ള പ്രാർത്ഥനകളും മറ്റ് കാര്യങ്ങളുമാണ്. ഏറെ വൈകാരികമാണ് ഇവിടെയുള്ള ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത്. വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഒരു നാടാകെ തന്നെ, നാടൊട്ടുക്ക് കടന്നു പോകുന്നത്. വളരെ വേദനാജനകമായ ഒരു സാഹചര്യം എന്ന് തന്നെ. കാരണം ആളുകൾക്ക് ഒരുപക്ഷെ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് പരസ്പരം ആശ്വസിപ്പിക്കാനോ, ഈ നമുക്കിവിടെ നിൽക്കുമ്പോൾ വീട്ടിൽ അവരുടെ ഉമ്മയും മറ്റുള്ളവരും കരയുന്നു നിൽക്കാം. അപ്പോൾ അവർക്ക് അവരുടെ കരച്ചിലടക്കാനോ ആർക്കും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് കാലം പറഞ്ഞതാണ്, ഒരുപാട് കാലം ഞങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്തരത്തിലൊരു 4 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ വാഹനം, മറ്റ് പോലീസ് വാഹനങ്ങളുടെ മൃതദേഹം എന്തായാലും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളും, ഒപ്പം മന്ത്രിമാരായ എം പി രാജേഷും അതുപോലെ തന്നെ കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരും ഇന്ന് ഇവിടേക്ക് എത്തും എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. വീടുകളിലേക്ക് എത്തും. എം പി രാജേഷ് ഇന്നലെ വയനാടായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇവിടേക്ക് എത്തും എന്നൊരു കാര്യം എം പി രാജേഷും അറിയിച്ചിട്ടുണ്ട്. എന്നാലും വലിയ ഒരു വേദനയിലൂടെ ഒരു നാടാകെ കിടക്കുന്നു. ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണ് തുറക്കുമോ എന്നുള്ളതാണ്. കാരണം അത്ര വലിയൊരു വളവാണ്, ഒരു ഇറക്കവും വളവും ചേർന്നതാണ്. ഒപ്പം ഈ റോഡിൻ്റെ ഒരു വളരെ വിനസതയും കൂടിയാകുമ്പോൾ അപകടങ്ങളിവിടെ പതിവായിരുന്നു എന്നാണ്. ഒരു ദിവസം തന്നെ 1-ലധികം അപകടങ്ങൾ ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്നിട്ടും പക്ഷേ കൃത്യമായൊരു നടപടി, അതായത് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായില്ല. ആ ഒരു വൈകാരികമായ പ്രതികരണം, ആ ഒരു വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ കണ്ടത്. അതാണ്, ആ ഒരു പ്രതികരണമാണ് ഇന്നലെ ഈ നാട്ടുകാരുടെ, അല്ലെങ്കിൽ റോഡ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരെ എത്തിച്ചതും അത്തരം ആ ഒരു കാര്യം തന്നെയാണ്. അമൃത, അതെ, ആരെ സമാധാനിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്കും അറിയാത്തത്. കാരണം